നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിരവധി പേരാണ് ഈ യുദ്ധത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, കമന്റ് ബോക്സിൽ ഇതേ ചോദ്യം ഉന്നയിക്കുന്നത്. അതേക്കുറിച്ച് വ്യക്തമായി പറയാനാണ് ഈ വീഡിയോ. ഈ യുദ്ധം പശ്ചിമേഷ്യയിൽ ഒരു വലിയ രക്തച്ചൊരിച്ചിലിന് കളമൊരുക്കാൻ പോകുന്നു എന്ന നിർണായകമായ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ അങ്ങനെ പറയുന്നത് ഇറാന്റെ ഏറ്റവും പുതിയ ശക്തമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇറാൻ പറയുന്നു, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇനിയില്ല, ഞങ്ങൾ പ്രതികാരത്തിലൂന്നിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അതിൻ്റെ അർത്ഥം പ്രതികാരം മാത്രം ലക്ഷ്യമാക്കി പോകുന്ന ഒരു സമൂഹത്തോട്, ഒരു ജനതയോട്, ഒരു രാജ്യത്തോട് നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും, തകർത്ത് കളയുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ഇറാനെ തകർത്ത് ഇറാനെ കീഴടക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ പണിയുണ്ടല്ലോ, അത് ഭൂലോകം മണ്ടത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങേണ്ടി വരും. നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്. ആദ്യം തന്നെ അമേരിക്കയുടെ ആക്രമണങ്ങളിൽ ഇറാനിൽ ഇതുവരെ നിരവധി സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജനവാസ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തുകൊണ്ട് ഇറാനിയൻ ജനതയെ ഒരു നരകത്തിലേക്ക് തള്ളിവിടുക എന്ന അജണ്ടയിലൂന്നിക്കൊണ്ട് ഇസ്രായേൽ ഗസയിൽ നടപ്പാക്കിയതിന് സമാനമായ അതിക്രൂരമായ മനുഷ്യക്കുരുതിയിലേക്ക് കടക്കാനുള്ള ആദ്യ പടിയാണ് അമേരിക്ക ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിന് പ്രതികാരമായാണ് ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ തുടർച്ചയായി നടത്തുന്നത്. ഇത് ആഗോള വിപണിയെയും ജനജീവിതത്തെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതല്ലാതെ ഇറാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ വെല്ലുവിളി ഉണ്ടാകുമ്പോൾ, സ്വന്തം രാജ്യത്തിന്റെ ആത്മാഭിമാനം തകർത്ത് കളയുമ്പോൾ, സ്വന്തം രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ ചതിയിലൂടെ വധിച്ചു കളയുമ്പോൾ പിന്നൊരു രാജ്യം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ആ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത് എന്നാണ് അമേരിക്ക കരുതുന്നത് എന്നാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ ഇനിയൊരു സമാധാന ധാരണ പാലിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ സമാധാനത്തോടെ തുടരാൻ കഴിയില്ല എന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖംനേയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് വെറും ഒരു മുന്നറിയിപ്പല്ല, അന്ത്യശാസനം എന്ന രീതിയിൽ തന്നെ വേണം അതിനെ കാണാൻ. ഇനിയും ഇറാന് നേരെ പാഞ്ഞെടുക്കാനാണ് അമേരിക്ക തീരുമാനിക്കുന്നതെങ്കിൽ അതീവ ഗൗരവതരമായ ആക്രമണം തന്നെയായിരിക്കും മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാവുക എന്ന് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേനയായ IRGC ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നു. അതിർത്തികൾ കടന്നുള്ള കടന്നാക്രമണം എന്ന മുന്നറിയിപ്പ് ഗൗരവത്തിലെടുക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ ആവർത്തിച്ച് പറയുന്നതോടെ ഈ മേഖല, അതായത് നമ്മളൊക്കെ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യ, കൂടുതൽ അശാന്തമായി കൊണ്ടിരിക്കുകയാണ്. രക്തച്ചൊരിച്ചിൽ തന്നെ ഇവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. ഞാൻ ഈ പറയുന്നത് നടക്കാൻ പോകുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തമായ ഉദാഹരണം ഈ അടുത്ത് കുവൈറ്റിൽ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. കാരണം ഇതിനു മുമ്പ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അമേരിക്ക തുടങ്ങിയതോടെ, അമേരിക്ക അത്തരം ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയതോടെ കുവൈറ്റിലെ വൈദ്യുതി കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. അത് ജനനിബിഡമായ കേന്ദ്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ജനവാസത്തെ ദുരിതത്തിലാക്കുന്ന, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ആക്രമണമാണ് കേട്ടോ. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഇറാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിരവധി ഗൾഫ് രാജ്യങ്ങൾ ആശങ്കയിലും ഭീതിയിലും ദുരന്തത്തിലും ആകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ബഹ്റൈനിലും കുവൈറ്റിലും ഒക്കെ ഇറാന്റെ ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് അത് വലിയ ഭീതിയാണ് പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനിടയിലാണ് ഒരേ സമയം ജനവാസ കേന്ദ്രവും അതേസമയം അമേരിക്കയുടെ സൈനിക അസറ്റുകളും തകർക്കുക എന്ന ഇരട്ട പ്രഹരം അമേരിക്കയ്ക്ക് നൽകാൻ, അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് നൽകാൻ കൂടി ഇറാൻ തീരുമാനിക്കുന്നത്. ഇസ്രായേലിലേക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന കൂടുതൽ വിമാനങ്ങൾ അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ വരുന്നതിനിടെ തന്നെ ഇത്തരം വിമാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ഇറാൻ ഒരു മുഴം മുമ്പെയാണ് എന്ന് തെളിയിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇരുവിഭാഗവും കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ്. ഇരുവിഭാഗവും കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം യുദ്ധം അതിതീവ്രമാകാൻ പോകുന്നു. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിഭീകരമായ യുദ്ധത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധഭൂമി വരും ദിവസങ്ങളിൽ കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾക്ക് തന്നെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. രണ്ടു കൂട്ടരും വലിയ തോതിൽ തയ്യാറെടുപ്പുകളും സന്നാഹങ്ങളും അണിനിരത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു, അത് നടപ്പാക്കുന്നു.
കൂടുതൽ തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വലിയ തോതിലേക്ക് ഈ യുദ്ധം വ്യാപിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. നമുക്ക് ചെറിയൊരു ചരിത്രം പരിശോധിക്കാം. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പൽ, അതുപോലെ തന്നെ മറ്റൊരു വലിയ വിമാനവാഹിനി പടക്കപ്പലായിട്ടുള്ള USS ജെറാൾഡ് ഫോർഡ് തുടങ്ങിയവയൊക്കെ ഹോർമൂസ് കടലിടുക്കിന് സമീപത്ത് കൊണ്ടുവന്നിട്ട് ഒരു വലിയ യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷമാണ് അമേരിക്ക ആക്രമണങ്ങൾ നടത്തിയത്. വലിയ ബിൽഡപ്പ് മാസങ്ങളോളം അമേരിക്ക ഇങ്ങനെ നടത്തിയിരുന്നു. അതായത് ഇറാനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാം, അല്ലെങ്കിൽ വലിയൊരു യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും എന്ന നിലയിൽ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വലിയ തോതിൽ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് വരും വരായികളെക്കുറിച്ച് പലതവണ ചിന്തിച്ചുകൊണ്ട് ഒക്കെയാണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അവിടെ അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടി കിട്ടി. കാരണം അമേരിക്ക ഈ ബിൽഡപ്പുകൾ മുഴുവൻ നടത്തി ലോകത്തിന് മുന്നിൽ ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഇറാൻ വളരെ സൈലന്റായി തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. അതായത് തങ്ങളുടെ നേതാക്കന്മാർ ഒറ്റയടിക്ക് വധിക്കപ്പെടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യം ആ സമയത്ത് സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് കൃത്യമായി ഇറാൻ പദ്ധതിയിട്ടു. അതുകൊണ്ടാണ് ഇപ്പോഴും ഇറാനെ പൂർണ്ണമായി തകർക്കാൻ, അവരുടെ ഭരണകൂടത്തെ മുട്ടുകുത്തിക്കാൻ അമേരിക്കയ്ക്ക് കഴിയാത്തത്. ഇറാന് മുന്നിൽ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, ഒരൊറ്റ നിലപാടേ ഉള്ളൂ. അത് ഈ യുദ്ധത്തിൽ ഉടനീളം നമ്മൾ കണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട തീരുമാനവും നയവും നിലപാടും എന്താണ്? നമ്മുടെ രാജ്യം ഒരിക്കലും കീഴടങ്ങാൻ പാടില്ല എന്നുള്ളതാണത്. അതായത് പാശ്ചാത്യ ശക്തികൾക്ക് നമ്മളെ നിലയ്ക്കു നിർത്താൻ കഴിയരുത്, നമ്മളെ ഭയപ്പെടുത്താൻ കഴിയരുത്. അവരുടെ എന്തുതരം വെല്ലുവിളികളാണെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി അതിനെ നേരിടണം. അതിന് പുതിയൊരു രീതിശാസ്ത്രം തന്നെ വേണം. ആ രീതിശാസ്ത്രമാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പശ്ചിമേഷ്യയെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഈ യുദ്ധം ഇറാൻ വ്യാപിപ്പിച്ച് ശക്തമായൊരു തീക്കളി എന്ന നിലയിലേക്ക് ഈ യുദ്ധത്തെ കൊണ്ടുപോകുന്നത്. നോക്കുക, ഇറാന്റെ തലയിൽ ഇതെല്ലാം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നവരോട് ഒരേ ഒരു വാക്കേ പറയാനുള്ളൂ: ഈ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ് എന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. അതും ഇറാൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ, ആത്മാഭിമാനത്തിന് നേരെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ പരമാധികാരത്തിൽ കടന്നു കയറിക്കൊണ്ട് നടത്തിയ ഒരു ആക്രമണം തന്നെയാണത് എന്ന കാര്യവും ആരും മറക്കരുത്. ഇനി നോക്കുക, ഒരു പുതിയ രീതിശാസ്ത്രമാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഒരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ വികേന്ദ്രീകൃതമാക്കി മാറ്റി നിരവധി യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ ഒരേ സമയം നടത്താനുള്ള ഒരു ശേഷിയിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരേ സമയം പലയിടത്ത് ആക്രമണങ്ങൾ നടത്തിയിട്ടും ഒരു തരത്തിലും ഇറാനെ പിടിച്ചു കെട്ടാൻ കഴിയാത്തത്. ഇറാന് 32 പ്രവിശ്യകൾ ഉണ്ടെങ്കിൽ ആ പ്രവിശ്യകളിൽ ഓരോന്നിനും ഓരോ തലവന്മാരെ നിയോഗിച്ചുകൊണ്ട് അവരുടെ കീഴിൽ പല നെറ്റ്വർക്കുകൾ പല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ട്രംപിന്റെ തന്ത്രങ്ങളൊന്നും വിലപ്പോകുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയധികം ആക്രമണങ്ങൾ ഇറാന് നേരെ നടന്നിട്ടും ഇറാൻ ഭയപ്പെടാതെ അമേരിക്കൻ പ്രസിഡന്റിനെ ശവപ്പെട്ടിയിലാക്കുന്ന ചിത്രങ്ങൾ ഇൻകുലാബ് സ്ക്വയറിൽ തൂക്കിയത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ടാക്ടിക്സ് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റിനുള്ള വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. എന്ത് വന്നാലും ഇതാണ് ഞങ്ങളുടെ പ്രതികാരം, ഇത് നടക്കാതെ ഞങ്ങൾ പിന്നോട്ട് പോകില്ല, ഞങ്ങളെ വധിച്ചാലും ഞങ്ങൾ രക്തസാക്ഷിത്വം വരിച്ചാലും ഒരു തരത്തിലും ട്രംപ് രക്ഷപ്പെടാൻ പോകുന്നില്ല, ട്രംപും ട്രംപിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ ഞങ്ങളുടെ റഡാറിനുള്ളിലാണ് എന്ന തരത്തിലാണ് ഇറാന്റെ ശക്തമായ വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും യുദ്ധത്തിൽ കണ്ടിട്ടുണ്ടോ? അമേരിക്ക നടത്തിയിട്ടുള്ള ഏതെങ്കിലും അധിനിവേശത്തിൽ കണ്ടിട്ടുണ്ടോ? അമേരിക്ക കടന്നാക്രമിക്കുന്ന രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് അത് ആരായാലും അയാളെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു ചിത്രമോ വെല്ലുവിളിയോ? അതാണ് ഇറാൻ ഈ യുദ്ധത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്ന് തന്നെ വേണം പറയാൻ. അതായത് പ്രതികാരത്തിനപ്പുറം മറ്റൊന്നിനെ കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുന്നില്ല, ഞങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഞങ്ങൾക്കൊരു വിഷയമാകുന്നില്ല, ഞങ്ങളിൽ ഒരുവൻ മരിച്ചാൽ അത് രക്തസാക്ഷിത്വമാണ്, അത് ഏറ്റവും മികച്ചതാണ് എന്ന നിലയിലാണ് ഇറാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ മണിക്കൂറിലും അവരുടെ യുദ്ധതന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രത്യാക്രമണം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, പലരും പറയും ഇപ്പോൾ ഞങ്ങൾ തീവ്രമായി ഇറാന്റെ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണ് എന്ന്. ഒരിക്കലുമല്ല. മാധ്യമങ്ങൾ പറയാതെ പോകുന്ന, പല മാധ്യമങ്ങളും സൈഡ് ലൈൻ ചെയ്യുന്ന, പാശ്ചാത്യ മാധ്യമങ്ങൾ അവഗണിക്കുന്ന ഈ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടുകയാണ്. 10-15 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്വമുള്ള യഥാർത്ഥ മാധ്യമ പ്രവർത്തകരാൽ നയിക്കപ്പെടുന്ന ഒരു ടീമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ഇത്തരം യുദ്ധവാർത്തകളുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്ന സോഴ്സുകൾ മുഴുവനും ഉപയോഗിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഇറാനിയൻ മാധ്യമങ്ങളും അമേരിക്കൻ മാധ്യമങ്ങളും അറബ് മാധ്യമങ്ങളും പുറത്തുവിടുന്ന വാർത്തകൾ ക്രോസ് ചെക്ക് ചെയ്ത് കൃത്യമായ വിവരങ്ങൾ, അവഗണിക്കപ്പെടുന്ന വിവരങ്ങൾ, മൂടിവെക്കപ്പെടുന്ന വിവരങ്ങൾ ഒന്നൊന്നായി പ്രേക്ഷകരെ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ധർമ്മം. അതിലൂന്നിക്കൊണ്ടാണ് ഓരോ വീഡിയോയും ഞങ്ങൾ പുറത്തുവിടുന്നത്. എന്തായാലും
ഇപ്പോൾ അമേരിക്കക്കെതിരെ സൈക്കോളജിക്കലായി കൂടി ഒരു യുദ്ധതന്ത്രം ഡൊണാൾഡ് ട്രംപിനെ തകർക്കുമെന്ന തരത്തിലുള്ള ഒരു യുദ്ധതന്ത്രം ഇറാൻ മുന്നോട്ട് വെക്കുക തന്നെയാണ്. അതായത് ഇറാനെ പൂർണ്ണമായി നശിപ്പിച്ചു കളയും, അവരുടെ സംസ്കാരം തന്നെ ഉന്മൂലനം ചെയ്തു കളയും എന്ന രീതിയിൽ വലിയ പ്രസ്താവനകൾ നടത്തുന്ന ട്രംപിനെ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ ആക്രമിക്കും, നേരിട്ട് തന്നെ ആക്രമിക്കും, വ്യക്തിപരമായി തന്നെ ആക്രമിക്കും. ട്രംപ് ഓരോ നിമിഷവും ഓരോന്നോരോന്ന് മാറ്റിപ്പറഞ്ഞ് ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുകയും ആശങ്കയിലാക്കുകയും ലോക ജനതയെ വിഡ്ഢികളാക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അതിനെതിരെയൊക്കെ ശക്തമായ നിലപാടെടുക്കേണ്ടതാണ് എന്ന ബോധ്യമാണ് ഇറാൻ ലോകത്തിന് മുന്നിൽ വെക്കുന്നത്, അല്ലെങ്കിൽ ഇറാനെ മുന്നോട്ട് നയിക്കുന്നത്. നോക്കുക, ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം വന്നത് അത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം തീവ്രമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ ആ വിമാനങ്ങൾ പോലും തകർക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന തരത്തിലായിരുന്നു ജോർദാനിലേക്ക് ആക്രമണം നടത്തി അത്തരം വിമാനങ്ങളുടെ ശ്രേണി തകർത്തുകൊണ്ട് ഇറാൻ മുന്നോട്ട് വെച്ചത്. അതായത് ഒരു ഏരിയൽ അറ്റാക്കിനുള്ള എല്ലാ സാധ്യതകളും അമേരിക്ക മുന്നോട്ട് വെക്കുന്നു. അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകൾ ഏത് നിമിഷവും ഹോർമൂസിലേക്ക് എത്താനുള്ള സൂചനകൾ പുറത്തുവിടുന്നു. അതുപോലെ ഇറാന്റെ തീരമേഖലകൾ മുഴുവൻ ആക്രമിച്ച് ഹോർമൂസ് പിടിച്ചെടുക്കാനുള്ള ഒരു മിന്നൽ നീക്കം ഉണ്ടാകുമെന്ന സൂചന നൽകുന്നു. പക്ഷേ ആ സമയങ്ങളിലൊക്കെയും എന്തു ചെയ്താലും ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് അമേരിക്കയെ ഭയപ്പെടുത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇറാൻ. എന്ന് മാത്രമല്ല, ഇറാന് നേരെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചപ്പോൾ ഇറാൻ പറഞ്ഞു, ഇനിയൊരു ചർച്ചയ്ക്കും ഞങ്ങളില്ല, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങളില്ല, പ്രതികാരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന്. അതിൽ തൊട്ടു പിന്നാലെ ഹൂത്തികളോട് ചെങ്കടൽ ബ്ലോക്ക് ചെയ്യാനായി ഇറാൻ ആവശ്യപ്പെടുന്നു. ഇറാന്റെ ആ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് ഏത് നിമിഷവും ഹൂത്തികൾ ചെങ്കടൽ, അതായത് ബാബൽ മന്ദബ് കടലെടുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെ വന്നാൽ സൂയസ് കനാലിലൂടെയുള്ള കപ്പൽ ഗതാഗതവും ഇല്ലാതാകും. അങ്ങനെ വരുമ്പോൾ ഇറാൻ ഈ ലോകത്തിന്റെ ഏതാണ്ട് 40 മുതൽ 50% വരെ വരുന്ന കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ തടസ്സപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ വരുമ്പോൾ അത് ട്രംപിന് ഉണ്ടാക്കുന്ന ഉത്തരവാദിത്വവും വെല്ലുവിളിയും ചെറുതല്ല കേട്ടോ. ലോകത്തിന് മുഴുവൻ മറുപടി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക്, ലോകത്തിന്റെ മുഴുവൻ നാശനഷ്ടങ്ങൾക്കും ഉത്തരവാദിത്വം പറയേണ്ട സ്ഥിതിയിലേക്ക് ട്രംപ് എത്തും. അങ്ങനെ വരുമ്പോൾ ട്രംപ് മുട്ടുകുത്തേണ്ട സാഹചര്യം വരും. ഇറാൻ പറയുന്നതെല്ലാം അനുസരിക്കേണ്ടി വരും. ഗൾഫ് രാജ്യങ്ങളുടെ കൂടി സമ്മർദ്ദം, കടുത്ത ആശങ്കയിലേക്ക് പോകുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ അനുകൂലമായില്ലെങ്കിൽ പോലും ഇറാനെതിരായി നിലപാട് സ്വീകരിക്കാതിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ അതും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇറാൻ ഉള്ളത്. അതായത് ഒന്നുകിൽ പ്രതികാരം അതിരൂക്ഷമായി അത് പ്രതികാരം പൂർണ്ണമായി തീർക്കുക, അല്ല എന്നുണ്ടെങ്കിൽ പരിപൂർണമായ വിജയം നേടുക എന്നതിനപ്പുറം മറ്റൊന്നിനെക്കുറിച്ചും മറ്റൊരു വിട്ടുവീഴ്ചയെക്കുറിച്ചും ഒരു തരത്തിലുള്ള കരാറിനെക്കുറിച്ചും ഇറാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്നത് എന്നു തന്നെ നമ്മൾ പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് ഇറാൻ പറയുമ്പോൾ അത് ഗൾഫ് രാജ്യങ്ങൾക്ക്, GCC മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് ഒരു വലിയ താക്കീതാണ്. അവരുടെ ജനങ്ങളെ എങ്ങനെ സുരക്ഷിതരായി നിർത്താം. ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടെ 1 കോടിയോളം പേർ അവിടെ ഉണ്ട്. വിവിധ രാജ്യങ്ങളിൽ ഈ പ്രവാസികളുടെ ഉൾപ്പെടെ വാസസ്ഥലങ്ങൾ അവിടെയൊക്കെ തകർക്കപ്പെടുകയാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്കൊന്നും ഒരു സംശയവുമില്ലല്ലോ. അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് പശ്ചിമേഷ്യയെ ട്രംപിന്റെ യുദ്ധക്കൊതി തള്ളിവിടുന്നത് എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും. പൂർണ്ണമായി യുദ്ധം പരാജയപ്പെടുന്ന അല്ലെങ്കിൽ സഹിക്കാനാകാത്ത രീതിയിൽ പ്രഹരം സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഇറാനിൽ ഉള്ളിൽ ഉണ്ടായാൽ ഇറാന് എന്തും ചെയ്യാവുന്ന സാഹചര്യമാണ്. അതായത് അതിശക്തമായ മുന്നും പിന്നും നോക്കാതെയുള്ള തിരിച്ചടികളിലേക്ക് ചിലപ്പോൾ ഇറാൻ പോകാം. അല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകേണ്ടി വരും. അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ തീർത്തു പറയുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇറാന്റെ മുന്നിലുള്ള ഒരേ ഒരു പദ്ധതി അത് സർവ്വസംഹാരം തന്നെയാണ് എന്നുള്ളതാണ്. ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങൾ, അല്ലെങ്കിൽ കടൽ ജലം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ, അതുമല്ലെങ്കിൽ മറ്റു ഊർജ്ജ നിലയങ്ങൾ, അല്ലെങ്കിൽ സിറ്റീസ് നെറ്റ്വർക്ക്, ഇതെല്ലാം തകർക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയ 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 നാശനഷ്ടങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാകും. എത്ര വലിയ ഡിഫൻസ് കാപ്പബിലിറ്റി ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാലും കുറേയേറെ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാകും. അത് വലിയ രീതിയിലാണ്. ജനവാസ കേന്ദ്രങ്ങൾ അടക്കം തകരുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ അതൊന്നും സംഭവിക്കാത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സമ്മർദ്ദമാണ് അമേരിക്ക ഇറാനുമേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇറാനെ ഈ വിധത്തിൽ പ്രകോപിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ വിപത്ത് അത് ഗൾഫ് മേഖലയിലാണ്. ആ തരത്തിൽ ശക്തമായ നീക്കം നടത്തുമെന്ന്, വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഇറാൻ പറയുമ്പോൾ അപകടകരമായ സാഹചര്യം തന്നെയാണ് വരും ദിവസങ്ങളിൽ മുന്നിലുള്ളത് എന്ന് നമ്മൾക്ക് കരുതേണ്ടി വരും. അല്ലാതെ ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കി തിരിച്ചടികൾ ഒഴിവാക്കി ഈ യുദ്ധം ജയിക്കാനുള്ള കെൽപ്പൊന്നും ട്രംപിനില്ല എന്ന് ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം മുന്നിൽ വരുന്നുണ്ട് എന്ന ആശങ്കയോടുകൂടി തന്നെയാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത് എന്ന് സ്പഷ്ടമായി വ്യക്തമായി പറയേണ്ടി വരും.